എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇപ്പൊ മാങ്ങിഞ്ചിയൊക്കെ നടാനുള്ള സമയമാണ്. അപ്പൊ നമ്മ മാങ്ങിഞ്ചിയൊക്കെ നടാൻ പോവുകയാണ്. അപ്പൊ ഞാനിപ്പോ ഒരു HDPയുടെ പഴയ ഒരു ഗ്രോ ബാഗിലാണ് മാങ്ങിഞ്ചി നടാൻ പോകുന്നത്. കണ്ട, നമുക്ക് ബാഗ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് നാള് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോ 2 വർഷം യൂസ് ചെയ്ത ബാഗാണ്. അപ്പൊ നമ്മ വീണ്ടും ഈ ബാഗിൽ തന്നെയാണ് നടാൻ പോകുന്നത്. കണ്ട, ഇനിയും ഒരുപാട് നാള് നമുക്ക് നടാൻ പറ്റും. അപ്പൊ HDPയുടെ ഈ ഗ്രോ ബാഗ് എന്ന് വെച്ചാല് നമുക്ക് മഞ്ഞൾ ഇഞ്ചിയൊക്കെ നടാൻ പറ്റിയ ഒരു നല്ലൊരു ബാഗാണ്. നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങിഞ്ചി ഒറ്റ ബാഗിൽ നട്ടാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ മാങ്ങിഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് മാങ്ങായിഞ്ചി. അപ്പൊ നമുക്ക് മാങ്ങായിഞ്ചി കണ്ട, നമുക്ക് ഇതേപോലെയാണ് മാങ്ങിഞ്ചിയുടെ ഉൾഭാഗം ഇരിക്കണത്. ഇത് നല്ല പച്ച മാങ്ങയുടെ മണമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കസ്തൂരി മഞ്ഞളും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇരിക്കണതൊക്കെ ഇതേപോലെയാണ്. പക്ഷെ പച്ചമാങ്ങയുടെ മണമല്ല കസ്തൂരി മഞ്ഞളിന്, അതിന് ഒരു കർപ്പൂരത്തിന്റെ മണമാണ്. ഇത് എല്ലാവർക്കും തെറ്റിപ്പോകാറുണ്ട്. ഇത് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോ ഇട്ട് തരാറുണ്ട്, മാങ്ങിഞ്ചി ആണോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ മാങ്ങിഞ്ചി ഇരിക്കണതും കസ്തൂരി മഞ്ഞൾ ഇരിക്കണതൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ മണം കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ചറിയണത്. അപ്പൊ മാങ്ങിഞ്ചി നമുക്ക് ചമ്മന്തി അരക്കാനും മീൻകറിയിലിടാനും അച്ചാറിടാനും ഇപ്പൊ ഉണക്കി അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒന്നാണ് ഈ മാങ്ങിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആവശ്യക്കാരാണ് ഇപ്പൊ മാങ്ങിഞ്ചിക്ക്. മാങ്ങിഞ്ചിയുടെ അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചാളക്കറിയിലൊക്കെ ഇട്ട് വെച്ചാല് നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. പിന്നെ HDPയുടെ ഗ്രോ ബാഗിലും പിന്നെ വാരത്തിലുമാണ് ഇപ്പൊ നടാൻ പോണത്. അപ്പൊ നമുക്ക് ബാഗിൽ ആദ്യം നടാം. ബാഗില് കണ്ട, ഈ ബാഗിന് അടിയിൽ ഹോളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ ഇതിൽ കൂടെ വാർന്ന് പോയിക്കോളും. ഇത് നമ്മ വളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണ മണ്ണ് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പൊ ചാണകപ്പൊടിയും മണ്ണും കുമ്മായവും മാത്രം ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നട്ട് ഒന്ന് മുളച്ച് കഴിയുമ്പോ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടട്ട മാങ്ങിഞ്ചിക്കൊന്നും. മാങ്ങിഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിലത്തെ വളവും മണ്ണൊക്കെ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ടാത്താണ് ഈ മാങ്ങിഞ്ചി. അപ്പൊ നമുക്കിനി ചാരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറേയും കൂടെ മണ്ണിട്ട് കൊടുക്കണം. മുളച്ച് വരുമ്പോ ഇട്ട് കൊടുത്താൽ മതി. അത് ഇപ്പോഴേ തന്നെ നമ്മ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണിടാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നട്ട് കൊടുക്കാം. അപ്പൊ മാങ്ങിഞ്ചിയുടെ ചെറിയ പീസൊക്കെ ഉണ്ട്. ഇത് മുഴുവനും മാങ്ങിഞ്ചിയുടെ വിത്തുകളാണ് കേട്ടാ. അപ്പൊ കണ്ട, ഇതേപോലത്തെ നമുക്ക് കൊച്ചു പീസൊക്കെ നട്ടുകൊടുത്താൽ മതി മാങ്ങിഞ്ചി എന്ന് പറയുമ്പോ. നമുക്കിപ്പോ ഈ ബാഗില് കണ്ട ഇതേപോലെ നട്ടുകൊടുക്കാം. ഇതന്നെ നട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പറിക്കാൻ കിട്ടും മാങ്ങിഞ്ചി. മാങ്ങിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു കടയമേലൊക്കെ ഒരുപാട് ഉണ്ടാവണതാണ്. നട്ടവർക്കൊക്കെ അറിയാം മാങ്ങിഞ്ചി. കണ്ട, മാങ്ങിഞ്ചിയൊക്കെ നമ്മൾ വീട്ടിൽ നട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമുക്കിത് കടകളിൽ നിന്നൊന്നും അങ്ങനെ മേടിക്കാൻ കിട്ടണതല്ല. മാങ്ങിഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ മാങ്ങിഞ്ചിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. വളരെ അപൂർവമേ നമുക്ക് ഇതൊക്കെ മേടിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മ ഇതൊക്കെ ഇനി സംരക്ഷിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. വീട്ടിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് പറിച്ച് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഉണ്ടോന്ന് നനച്ചു കൊടുക്കാം. നമുക്ക് ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇനി വല്ല ആഴ്ചയിലും 2 ദിവസമൊക്കെ നനച്ചാൽ മതി കേട്ടാ. അങ്ങനെ എപ്പോഴും നനക്കേണ്ടതൊന്നുമല്ല മാങ്ങിഞ്ചിയൊക്കെ. ഇനി ഇടമഴകളൊക്കെ കിട്ടുമ്പോ അത് നന്നായിട്ട് മുളച്ച് വന്നോളൂ. ഇനി നമുക്ക് കുറച്ച് കരിയിലിട്ട് കൊടുക്കാം. നമുക്ക് കരിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് അവിടെ കിടന്ന് വളവും ആയിക്കോളും. പിന്നെ അത് മുളച്ച് വരുമ്പോ പിന്നെ നമുക്ക് കണ്ട പൊതയായിട്ട് കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ കരിയില ഇട്ട് കൊടുക്കണോണ്ട് ചൂടൊന്നും ഏക്കേമില്ല. കരിയിലൊക്കെ നമ്മ ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ പൊത ഇടാനും എടുക്കാം, ബാഗിൽ നിറക്കാനൊക്കെ ആയിട്ട് ഇട്ടാ. പിന്നെ നമ്മ നനച്ചു കൊടുക്കുമ്പോ ആ ഈർപ്പം ഇവിടെ നിൽക്കുകയും ചെയ്യും. മണ്ണുണങ്ങി പോകുമില്ല കരിയിലിട്ട് ഇട്ട് കൊടുത്താല്. അപ്പൊ നമുക്കിനി വാരത്തിലും നടാട്ട മാങ്ങിഞ്ചി. അപ്പൊ വാരം 2 ആഴ്ച മുമ്പ് എടുത്തിട്ട വാരങ്ങളാണ്. ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുമ്മായൊക്കെ. വേറെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല മാങ്ങിഞ്ചിക്കൊന്നും. ഇനി നമുക്ക് വല്ല ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി.
ഇത് മുളച്ച് പൊങ്ങുമ്പോ. അപ്പം ഇവിടെ വെള്ളക്കെട്ടുള്ളാരും നല്ല പൊക്കിയുള്ള വാരങ്ങൾ വേണം. വെള്ളക്കെട്ടി കൊണ്ട് നട്ട് കഴിഞ്ഞാല് മാങ്ങിഞ്ചിയൊക്കെ ചീഞ്ഞു പോകും കേട്ടാ. അപ്പൊ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ നടാനായിട്ട്. നമുക്ക് ഇതേപോലെ നട്ടുകൊടുക്കാം. ഇതിപ്പോ നല്ല പൊക്കി നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഇളക്കമുള്ള മണ്ണാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങിഞ്ചി നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് നട്ടുകൊടുക്കാം. മാങ്ങിഞ്ചിയുടെ ഇലയും പിന്നെ നമ്മുടെ കസ്തൂരിമഞ്ഞളിന്റെ ഇലകളൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുള്ളൂ കേട്ടാ. ഇതിന്റെ ഇലകളും ഒരേപോലെ തന്നെയാണ് ഇരിക്കണത്. മണം കൊണ്ടാണ് നമ്മ ഇതിനെ തിരിച്ചറിയണേന്ന് പറഞ്ഞല്ല. മാങ്ങിഞ്ചിയുടെ വിത്തുകളൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നടാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ ആരെങ്കിലുടെയൊക്കെ വീടുകളിലെ അയൽവക്കങ്ങളിലൊക്കെ ഉണ്ടാവും മാങ്ങിഞ്ചി. അങ്ങനെ നമുക്ക് വിത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് 1-2 മൂട് മാങ്ങിഞ്ചി നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മാങ്ങിഞ്ചി കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം നട്ടാ പിന്നെ മാങ്ങിഞ്ചി ഒന്നും പിന്നെ നമുക്ക് വിത്തൊന്നും മേടിക്കേണ്ടി വരൂല. കാരണം നമ്മുടെ വിത്ത് തന്നെ എടുത്തു വെച്ചിട്ട് അടുത്ത വർഷവും നടാം. അപ്പൊ ഇതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രാവശ്യം വിത്ത് മേടിക്കേണ്ടതായിട്ട് വരുള്ളൂ. സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിലും അതേപോലെ ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. 1-2 മൂടൊക്കെ നട്ടാ മതി. എന്നാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങിഞ്ചി നമുക്ക് കിട്ടും. വലിയൊരു പരിചരണങ്ങളും വേണ്ട, കീടങ്ങളുടെ ശല്യവും ഇല്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് മാങ്ങിഞ്ചിയൊക്കെ. അപ്പൊ എല്ലാവരും മാങ്ങിഞ്ചിയൊക്കെ മേടിച്ച് നടണം. കണ്ട ഇതേപോലെ നട്ട്. അപ്പം ഇനി ഇത് മുളച്ച് വരുമ്പോ നമുക്ക് ചാരമൊക്കെ ഇട്ട് മണ്ണൊന്നും കൂടെ കൂട്ടി കൊടുക്കാം. നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. എന്തും നമ്മ നട്ട് കഴിഞ്ഞാലും നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. അപ്പൊ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മ മാങ്ങിഞ്ചിയൊക്കെ നടേണ്ടത്. ഇപ്പൊ നട്ടാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പത്തിന് ഇത് ഇലകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ നന്നായിട്ട് വളർന്നു വരും. അപ്പൊ നമ്മ മഴ തുടങ്ങുമ്പോ നട്ട് കഴിഞ്ഞാല് മഴ നല്ല കൂട്ടിപ്പിടിച്ച മഴയത്തൊക്കെ അത് ചീനൊക്കെ പോകാനായിട്ട് സാധ്യത. അപ്പൊ ഇപ്പോഴേ നമ്മ നട്ടു കൊടുക്കാം. പിന്നെ ഞാനിപ്പോ കണ്ട ഈ വാരത്തുമ്മല് ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നട്ടുകൊടുക്കും. എന്നുവെച്ച് കഴിഞ്ഞാല് ഈ മാങ്ങിഞ്ചി ആവാനായിട്ട് സമയം എടുക്കുമല്ല ഇലയൊക്കെ വരും. അപ്പത്തിന് നമുക്ക് ഒരുപാട് പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഇതുമെന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് 2 വിളകളാണ് ഈ വാരത്തുമ്മ നടണത്. ഇപ്പൊ കണ്ട ഈ വാരത്തുമ്മലൊക്കെ ഇതേപോലെ നട്ടുകൊടുത്തിട്ട് പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്കാണ് പൊന്നാങ്കണ്ണി ചീര ഒരുപാട് ആവശ്യമുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ ചീരയൊക്കെ ചെയ്യണവർക്ക് നമ്മ മഞ്ഞൾ ഇതേപോലെ നട്ടും കൊടുക്കുക. മാങ്ങിഞ്ചി മഞ്ഞളൊക്കെ ഇതേപോലെ നട്ടും കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ചീരയൊക്കെ നടണമെങ്കിൽ നമുക്ക് ചീര കിട്ടുകയും ചെയ്യും. ചീരയുടെ സീസൺ കഴിയുമ്പത്തിന് മാങ്ങിഞ്ചി മഞ്ഞളൊക്കെ വളർന്നു വന്നോളൂ. അപ്പൊ താഴെ നടണവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരിതാണിട്ടിത്. പിന്നെ അപ്പൊ ഈ മാർച്ച് ഏപ്രിൽ മാസത്തില് നട്ടുകൊടുക്കണം. പിന്നെ ഇനി ഇലകളൊക്കെ വന്ന ശേഷം നമുക്കൊന്നും കൂടെ എന്തെങ്കിലും ജൈവവളങ്ങൾ വീട്ടിലുള്ള എന്ത് വളം ഇട്ടാൽ മതി. മാങ്ങിഞ്ചിക്ക് അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. ജൈവവളങ്ങൾ ഏത് വളം വേണമെങ്കിലും ഇട്ടിട്ട് ഒന്നും കൂടെ മണ്ണിട്ട് കൊടുക്കണം. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് അതിന്റെ തണ്ടൊക്കെ ഉണങ്ങി പോകുമ്പോ നമുക്ക് വിളവെടുക്കാം. പിന്നെ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എപ്പോ വേണമെങ്കിലും ചെന്ന് വിളവെടുക്കാം ഏട്ടാ. ഇല ഉണങ്ങണമെന്നൊന്നുമില്ല. മാങ്ങിഞ്ചി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരേ കഷ്ണമൊക്കെ എടുത്ത് വിളവെടുത്തോണ്ടിരിക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കാനാണ് മാങ്ങിഞ്ചി. അപ്പൊ എല്ലാവരും മാങ്ങിഞ്ചിയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.